ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ് കാലം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങളും ഫരിസേയരും ഒക്കെ ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? അപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശുവിനോടൊപ്പം ജീവിതം ആഘോഷമാക്കുന്ന ശിഷ്യന്മാരെയാണ്. അവരുടെ മുമ്പിലേക്കാണ് ഈ ഒരു ചോദ്യം ഇവർ കൊണ്ടുവരുന്നത്. അപ്പം ഈ യഹൂദരെ സംബന്ധിച്ച് അവർക്ക് വർഷത്തിൽ ഒരിക്കലാണ് ഉപവാസ ദിനമുള്ളത്. എങ്കിലും യേശുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും ഒത്തിരി അധികം ഉപവാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു. അതിൽ പലതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയിരുന്നതാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാരാകട്ടെ അവർ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് മിശിഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി ചെയ്തിരുന്നവർ. അപ്പോൾ ഇവർ തിരിച്ചറിയാതെ പോയത് വന്ന മിശിഹായെക്കുറിച്ചാണ്. അതായത് യേശുവിനെ അവർ തിരിച്ചറിയാതെ പോയി. അതുകൊണ്ട് അവർക്ക് ജീവിതം ആഘോഷിക്കാൻ പറ്റിയില്ല. അവർ ഉപവാസത്തിലേക്ക് കടന്നു. അപ്പോൾ യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് ഞാൻ മാറ്റപ്പെടുന്ന സമയം അവർ ഉപവസിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉപവാസത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തോടൊപ്പം ജീവിതം ആഘോഷമാക്കേണ്ടിയിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് നമ്മുടെ പാപാവസ്ഥകൾ. നമുക്ക് തെറ്റിപ്പോയപ്പോൾ, നമുക്ക് പിഴച്ചു പോയപ്പോൾ ദൈവമല്ല നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോയത്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഓർത്താണ് നമ്മളിപ്പോൾ ഉപവസിക്കുന്നത്. പക്ഷേ നമ്മൾ ഉപവസിക്കുന്നത് അവനോട് ചേർന്നിരുന്ന, ഉപവാസം എന്ന് പറയുന്നത് തന്നെ അവനോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അകറ്റപ്പെട്ട ക്രിസ്തുവിനോടല്ല, അവനോട് കൂടെ ഇരുന്നു കൊണ്ട് അവനിൽ നിന്ന് ഓടി അകന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ഉപവസിക്കണം. നമ്മളെടുക്കുന്ന ചെറിയ ത്യാഗങ്ങൾ. ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, നമ്മൾ ജീവിതത്തിലെടുക്കുന്ന ചെറിയ ത്യാഗങ്ങൾ, നമ്മൾ ജീവിതത്തിലെടുക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കും, ഇതൊക്കെ അവനോട് നമ്മൾ കൂടുതൽ അടുപ്പിക്കുകയാണ്. അപ്പോൾ അവനിൽ നിന്ന് വിട്ടുപോയ അവസരങ്ങളെ ഓർത്തുകൊണ്ട് അവനോട് കൂടുതൽ അടുക്കാൻ, അവനോടൊപ്പം ജീവിതം ആഘോഷമാക്കേണ്ടിയിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു വിളിയാണ് നോമ്പ് കാലഘട്ടം. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈശോയോട് കൂടുതൽ അടുക്കാം. പാവാവസ്ഥകളെ ഓർത്ത്, നമ്മൾ ചെറിയ ചെയ്തു പോയ പിഴവുകളെ ഓർത്ത് നമ്മുടെ ഈ പ്രാർത്ഥനയും ഉപവാസവും പശ്ചാത്താപത്തിലൂടെ അവനോട് കൂടുതൽ അടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.